സ്വന്തം വീട്ടിൽ പോലീസും ക്രൈംബ്രാഞ്ചും മാറി മാറി ചോദ്യം ചെയ്തപ്പോഴും താൻ ഒന്നും ചെയ്തിട്ടില്ലെന്ന ആത്മവിശ്വാസത്തിൽ ഒരു തെളിവും പുറത്തു കൊണ്ടുവരാനാകില്ലെന്ന അമിത ആത്മവിശ്വാസത്തിൽ ചിരിച്ചുകൊണ്ടിരുന്ന സെബാസ്റ്റ്യൻ നമ്മൾ കണ്ടതാണ്. എന്നാൽ സെബാസ്റ്റ്യന്റെ ആത്മവിശ്വാസത്തിന് ഇനി ആയുസില്ല. തെളിവുകൾ ഓരോന്നോരോന്നായി പുറത്തു വരുന്നു. ആ കേസിൽ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട കൂട്ടക്കൊല കേസുകളിൽ ഒരു കേസിൽ ഒരു നിർണായകമായ തെളിവ് വന്ന ദിനം കൂടിയാണ്. ഇന്ന് ആദ്യം ആ വാർത്തയിലേക്ക് തന്നെയാണ്. കോട്ടയം ഏറ്റുമാനൂർ സ്വദേശി ജൈനമ്മ കൊലക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ച അന്വേഷണ സംഘം കൊല്ലപ്പെട്ടത് ജൈനമ്മ തന്നെയെന്ന് സ്ഥിരീകരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ചിന്റെ നീക്കം. ശാസ്ത്രീയ തെളിവുകളും DNA പരിശോധനാ ഫലവും കോടതിയിൽ എത്തിയതിനെ തുടർന്ന് നടപടി. DNA പരിശോധനാ ഫലത്തിൽ വീട്ടിൽ നിന്ന് കത്തിച്ച നിലയിൽ കണ്ടെത്തിയ അസ്ഥി ജൈനമ്മയുടെ തന്നെയെന്ന് കണ്ടെത്തി. ഇതോടെ ആദ്യ കേസിൽ, അതായത് ജൈനമ്മ കേസിൽ സെബാസ്റ്റ്യന് പൂർണ്ണ കുരുക്കായി എന്ന കാര്യത്തിൽ സംശയമില്ല. മാസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് കോട്ടയം സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് ഏറ്റുമാനൂർ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. സെബാസ്റ്റ്യൻ മാത്രമാണ് ഏക പ്രതി. സാമ്പത്തിക നേട്ടത്തിനു വേണ്ടി ജൈനമ്മയെ കൊന്നുവെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ നിഗമനം. ശാസ്ത്രീയ തെളിവുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് നിർണായകമായത്. കൂടാതെ ഫോറൻസിക് പരിശോധനാ ഫലവും DNA പരിശോധനാ ഫലവും കോടതിയിലെത്തിയെന്നാണ് വിവരം. ഒരു മാസം മുൻപാണ് കുറ്റപത്രം സമർപ്പിച്ചത്. എന്നാൽ മറ്റു കേസുകളിൽ അന്വേഷണം പൂർത്തിയായിട്ടില്ല. ജൈനമ്മയുടെ മൊബൈൽ ഫോൺ ഈരാറ്റുപേട്ടയിലെ ഒരു കടയിൽ വെച്ച് സെബാസ്റ്റ്യൻ ഉപയോഗിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു. ഇതേ തുടർന്നായിരുന്നു സെബാസ്റ്റ്യനെ അറസ്റ്റ് ചെയ്തത്. തുടർന്ന് ചേർത്തലയിലെ വീട്ടിൽ പരിശോധന നടത്തിയ അന്വേഷണ സംഘം കത്തിക്കരിഞ്ഞ നിലയിൽ അസ്ഥികഷ്ണങ്ങൾ കണ്ടെടുത്തു. ഒപ്പം സെബാസ്റ്റ്യനെ ചോദ്യം ചെയ്തതിൽ നിന്നും നിർണായക വിവരങ്ങളും ലഭിച്ചു. 2024 ഡിസംബർ 23-നാണ് ജൈനമ്മയെ കാണാതാകുന്നത്. ധ്യാനം കൂടാനായി പോയ ജൈനമ്മ തിരികെ എത്തിയില്ലെന്നായിരുന്നു ബന്ധുക്കൾ പറഞ്ഞത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റുമാനൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി. തുടർന്ന് കേസ് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു. 24 കോട്ടയം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.